നമസ്കാരം. മ്യൂസിക് എന്ന വാക്ക് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. മ്യൂസിക്കിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, എന്തിനേറെ പ്രായമില്ല. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും മ്യൂസിക് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥമറിയാത്തവരും ആരുമുണ്ടാകില്ല. ബെൽഫാസ്റ്റിൽ ഈ ആഴ്ച അയർലൻഡിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കതുകൊണ്ട് ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്ററിൻ്റെ 1-2 ഭാഗങ്ങളിലൊന്ന് പോയിട്ട് തിരിച്ചു വന്നാലോ. Thanks for being the best crowd we've ever on the best living crowd, the best living crowd ever. We are so happy that Ken was on. There wasn't even one single person in this crowd. Thanks very much. Enjoy the rest. Enjoy the rest of Blackpool. Folks, we had a great night. I hope to see you all more soon. One more. There's another band coming on.
ഇപ്പോൾ നമ്മൾ കണ്ട ഈ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഗേലിക് ഭാഷയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബാനറിൻ്റെ അർത്ഥം ഇതാണ്: കം ഫോർ ദ മ്യൂസിക്, സ്റ്റേ ഫോർ ദ ക്രാക്ക്. അർത്ഥാൽ മ്യൂസിക്കിന് കടന്നു വരൂ, ആഘോഷത്തിൻ്റെ ഭാഗമാകൂ. നോർത്തേൺ അയർലൻഡിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ഐറിഷ് ഫെസ്റ്റിവൽ ബെൽഫാസ്റ്റിൽ വെച്ച് നടക്കുന്നത്. 1951 ഈ ഐറിഷ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന ഏകദേശം 65ഓളം രാജ്യങ്ങൾ ഒരു കാലത്ത് പൂർണ്ണമായും, ഏകദേശം 94ഓളം രാജ്യങ്ങൾ ഭാഗികമായിട്ടും ബ്രിട്ടൻ്റെ അധീനതയിൽ ആയിരുന്നു. അതായത് ഭൂമിയുടെ മൊത്തം കരയുടെ 24%, ജനസംഖ്യാപരമായി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 1/4 ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് കീഴിൽ ആയിരുന്നു. ഇപ്പോഴത്തെ അയർലൻഡും നോർത്തേൺ അയർലൻഡും ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1921 അയർലൻഡ് ബ്രിട്ടനിൽ നിന്ന് മാറിയത്. പക്ഷെ അങ്ങനെ മാറിയെങ്കിലും 1949 റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന പേരിൽ പൂർണ്ണമായും ബ്രിട്ടനിൽ നിന്ന് വേർപെട്ട് അയർലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമാകുകയും ചെയ്തു. എന്നാൽ നോർത്തേൺ അയർലൻഡ് ബ്രിട്ടൻ്റെ ഭാഗമായി തന്നെ കൂടി നിൽക്കണമെന്ന് തീരുമാനിക്കുകയും അപ്രകാരം ഉണ്ടാകുകയും ചെയ്തു. സാധാരണയായി അയർലൻഡിനെ കാത്തലിക് രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബ്രിട്ടനെ ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യവുമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രൊട്ടസ്റ്റന്റുകാരുടെ പേരിൽ തന്നെയുണ്ട് അവരുടെ സ്വഭാവവും, പ്രൊട്ടസ്റ്റ്. എന്തായാലും കാത്തലിക്കുകാരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള ഒരു വലിയ വർഗീയ ലഹള തന്നെ ഒരു കാലത്ത് നോർത്തേൺ അയർലൻഡിൽ നടക്കുകയുണ്ടായി. ഏകദേശം 4000ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 50,000 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റു കുറേ ആളുകൾ വികലാംഗരാകുകയും പലർക്കും കാഴ്ചശക്തിയും കേൾവിശക്തിയുമൊക്കെ നഷ്ടപ്പെടുകയും ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ മരിച്ചതിനേക്കാളും എത്രയോ മടങ്ങാളുകൾ മതങ്ങൾ തമ്മിലുള്ള വർഗീയ ലഹളയിലൂടെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. നമുക്ക് ഫെസ്റ്റിവലിലേക്ക് മടങ്ങി വരാം. 1951 തുടങ്ങിയ ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും അയർലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നടന്നു പോരാറ്. 1951 ശേഷം 2013 ആദ്യമായി നോർത്തേൺ അയർലൻഡിൻ്റെ ഭാഗമായ ഡെറിയിൽ വെച്ച് ഈ ഫെസ്റ്റിവൽ നടന്നത്. അതിനുശേഷം ഈ വർഷം ഈ ആഴ്ച ബെൽഫാസ്റ്റിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് നോർത്തേൺ അയർലൻഡിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ ഐറിഷ് ഫെസ്റ്റിവൽ. ഏകദേശം 8 ലക്ഷം മുതൽ 9 ലക്ഷം പേരെയാണ് ബെൽഫാസ്റ്റിലേക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് അപ്രകാരമാണ്. ബെൽഫാസ്റ്റിലെ മൊത്തം ജനസംഖ്യ ഏകദേശം 3.5 ലക്ഷമേ വരുന്നുള്ളൂ. അതായത് ബെൽഫാസ്റ്റിലുള്ള മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 3 ഇരട്ടി ആളുകളാണ് ഈ ആഴ്ച മാത്രം ബെൽഫാസ്റ്റിൽ ഒത്തുകൂടുവാനായി പോകുന്നത്. മാത്രമല്ല, ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഏകദേശം 60 മില്യൺ പൗണ്ടിൻ്റെ വ്യാപാരമാണ് ഈ ആഴ്ച മാത്രം ബെൽഫാസ്റ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഏഷ്യക്കാരെ, പ്രത്യേക ഇന്ത്യക്കാരെ ഒക്കെ, മലയാളികളൊക്കെ തന്നെ ഞാൻ ഈ ഫെസ്റ്റിവലിൽ കാണുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ സ്കൂൾ സമ്മർ അവധിയാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഈ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കും. ഈ പ്രത്യേകിച്ച് വീക്കെൻഡാണ് വരുന്നത്. നമ്മൾ മലയാളികൾ ഈ ഫെസ്റ്റിവൽ കാണാൻ തീർച്ചയായും പോകണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയുവാനായിട്ടുള്ളത്. അങ്ങനെ വന്നാൽ ലോക്കൽ ഇക്കണോമിക്ക് നമ്മൾ നൽകുന്ന ചെറിയൊരു സംഭാവന, അത് എത്ര ചെറുതാണെങ്കിലും അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.